തെലുഗു സ്പോർട്സ് ഡ്രാമ പെദ്ദി കണ്ടു. ബുച്ചി ബാബുസനെയാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. രാം ചരൺ, ശിവരാജ് കുമാർ, ജാൻവി കപൂർ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങൾ വന്നത്. അപ്പോൾ ഇന്ന് ഈ സിനിമയെ കുറിച്ച് ഇതിലെ നായകൻ പെദ്ദി പാർശ്വവൽക്കരിക്കപ്പെട്ട ഊരും പേരും ഇല്ലാത്തവരെന്ന് മുദ്ര കുത്തപ്പെട്ട സ്വന്തം നാടായ മലയടിവാരവാസികൾക്ക് തന്റെ സ്പോർട്സ് വൈദഗ്ധ്യം വെച്ചിട്ട് ഒരു അടയാളം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കഥയാണ് ഈ പടം പറയുന്നത്. ഒരു ബിലോ ആവറേജ്, ക്ലീഷേ, ഔട്ട്ഡേറ്റഡ്, സ്ഥിരം ഫോർമുല സ്ക്രിപ്റ്റ് ഉള്ള ഒരു സ്പോർട്സ് ഡ്രാമയാണ് പെദ്ദി. പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ പടത്തിൽ രാം ചരൺ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് കാണാനുണ്ട്. പക്ഷെ കാര്യമൊന്നുമില്ല, ഒരു നിർഗുണ നിർവികാര കഥയാണ് പടത്തിനുള്ളത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു കൂട്ടം ആൾക്കാർക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഇവരുടെ ഒരു ഉദ്ദേശശുദ്ധി നല്ലതായിരുന്നു. അത് പോസിറ്റീവായി പറയാം. പക്ഷെ അത് എഴുതിയിരിക്കുന്നതും എടുത്തു വെച്ചിരിക്കുന്നതും കൃത്രിമത്വം നിറഞ്ഞ കുറെ സീനുകളും സിറ്റുവേഷൻസും ഒക്കെ കുത്തി നിറച്ചിട്ടാണ്. പോരാത്തതിന് അസഹനീയമായ മസാലകൾ വേറെ. രാം ചരന്റെ പെർഫോമൻസ് നീറ്റ് ആയിരുന്നു. അതാണ് പടത്തിന്റെ ഒരു പോസിറ്റീവ്. പുള്ളി നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് മാത്രമല്ല, എന്തിനു വേണ്ടിയാണ് താൻ ഗോൾഡ് മെഡൽ നേടാൻ ശ്രമിച്ചതെന്ന് പറയുന്ന ഇമോഷണൽ പോർഷൻസിൽ പുള്ളി ഒരു നല്ല നടനാണെന്ന് തെളിയിക്കുന്നുണ്ട്. 3 തരം സ്പോർട്സിൽ തന്റെ വൈദഗ്ധ്യം തെളിയിച്ചിട്ടാണ് നായകൻ അയാളുടെ ജനങ്ങൾക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കാനായിട്ട് കഷ്ടപ്പെടുന്നത്. ഇതിൽ ഗുസ്തിയുടെ പരിശീലന ഭാഗങ്ങൾ, ഗുസ്തി മത്സര പോർഷൻസ് ഒക്കെ അത്യാവശ്യം രസകരമായിട്ട് തോന്നിയെങ്കിലും ബാക്കി പലതും നിർവികാരതയോടെ കണ്ടു തീർക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. ഒരു അഡ്രിനാലിൻ റഷ് സമ്മാനിക്കുന്ന വിധം സ്പോർട്സ് പോർഷൻസ് ഒന്നും എടുക്കാനായിട്ട് ഇവർക്ക് പറ്റിയിട്ടില്ല. ശിവരാജ് കുമാറിന്റെ ആശാൻ കഥാപാത്രം കൊള്ളാം, പുള്ളി നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു ക്ലീഷേ കഥാപാത്രം മാത്രമായിട്ട് മാറി. സിനിമയിലെ ഏറ്റവും അസഹനീയമായിട്ടുള്ള പോർഷൻസ് നായിക ജാൻവി കപൂർ വരുന്ന ഭാഗങ്ങളാണ്. ക്രിഞ്ച് ഫെസ്റ്റ് ആണ് അവരെ വെച്ചിട്ടുള്ള പ്രണയ കാമരാജ് യൂണിവേഴ്സിറ്റി രംഗങ്ങൾ. 20-30 മിനിറ്റ് മാത്രം കണ്ട പുള്ളിക്കാരി സ്ക്രീനിൽ വരുന്നുള്ളൂ. ആ ക്യാരക്ടർ ഇല്ലെങ്കിലും പടത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മുഖം കാണിക്കുമ്പോൾ മാക്സിമം ഓവർ ആക്ടിങ് ആയതുകൊണ്ടാണോ എന്തോ പടത്തിൽ കൂടുതലും അവരുടെ മാറും അരക്കെട്ടും മറ്റ് ശരീരഭാഗങ്ങളും ഒക്കെ ഫോക്കസ് ചെയ്യാനായിട്ടാണ് ക്യാമറമാനോട് സംവിധായകൻ പറഞ്ഞിട്ടുള്ളത്. കാണുന്ന നമ്മുടെ തൊലി ഉരിഞ്ഞാലും ഈ നായികന്മാരെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന പരിപാടി തെലുഗുകാര് അടുത്ത കാലത്തൊന്നും നിർത്താൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. പ്രേക്ഷകർ മൊത്തം ഞരമ്പന്മാരാണെന്നെങ്ങാണ്ടാണ് ബുച്ചി ബാബുസനെ അടക്കമുള്ള അവിടുത്തെ സംവിധായകരുടെ വിചാരം എന്ന് തോന്നുന്നു. ഹിന്ദി നടൻ ദിവ്യേന്ദു ശർമ്മയ്ക്ക് ഒരു നിർഗുണ വില്ലൻ കഥാപാത്രമാണുള്ളത്. ജഗപതി ബാബുവിന്റെ ക്യാരക്ടർ വെച്ചിട്ട് ഒരു ഇമോഷണൽ ആക്കാനുള്ള ശ്രമമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നെങ്കിലും പുള്ളിയുടെ സീനുകൾ ആർട്ടിഫിഷ്യലും പലതും കോമഡിയുമായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷെ പടത്തിലെ ഏറ്റവും കോമഡി കഥാപാത്രം ബോമൻ ഇറാനി അവതരിപ്പിക്കുന്ന ക്യാരക്ടറാണ്. അങ്ങേരെ കൊണ്ട് എന്താണ് ചെയ്യിപ്പിച്ചതെന്ന് പടം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. വേറെയും കുറെ കഥാപാത്രങ്ങളും താരങ്ങളും ഉണ്ട്, പലരും ഓവർ ആക്ടിംഗ് ആയിരുന്നു. രത്നവേലുവിന്റെ ക്യാമറ, നവീൻ നൂലിയുടെ എഡിറ്റിംഗ് ഒക്കെ ഓക്കേഷ് ആയിട്ടാണ് തോന്നിയത്. എഡിറ്റർക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ പടത്തിന്റെ ലെങ്ത് വെട്ടിക്കുറയ്ക്കാമായിരുന്നു. അനാവശ്യമായിട്ടുള്ള ഇഷ്ടം പോലെ സീനുകൾ പടത്തിലുണ്ട്. AR റഹ്മാന്റെ സ്കോറും മ്യൂസിക്കും കൊള്ളാം. പടത്തെ അത് എലവേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം കഷ്ടപ്പെടുന്നുണ്ട്. പാട്ടും ഹുക്ക് സ്റ്റെപ്പുകളും രസമുണ്ട്. 350 കോടി അങ്ങാണ്ട് ചെലവാക്കിയ പടമാണിത്. പക്ഷെ ഇതിന്റെ ഗ്രാഫിക്സ് ഒക്കെ വൻ ശോകമാണ്. 60കളിലെയും 70കളിലെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റുഡിയോയിൽ ചിത്രീകരിച്ച സിനിമകളിൽ ഇതിനേക്കാൾ ബെറ്റർ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാൻ പറ്റും. പടത്തിന്റെ ഇമോഷണൽ കണക്ഷനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ പുകവലി ജീവിതം തന്നെ നശിപ്പിച്ചു പരസ്യം ഉണ്ടല്ലോ, അതിന് പടത്തേക്കാൾ ഇമോഷണൽ ഡെപ്ത് ഉണ്ടെന്ന് തോന്നും. ക്ലീഷേ കഥ പറച്ചിൽ, സ്പോർട്സ് ഡ്രാമയാണെങ്കിലും നിർവികാര സ്പോർട്സ് രംഗങ്ങളും ഡ്രാമ രംഗങ്ങളും, ഒട്ടും സ്ട്രോങ് അല്ലാത്ത വില്ലന്മാർ, അനാവശ്യമായിട്ടുള്ള പാട്ടുകൾ, ക്രിഞ്ച് മാത്രമല്ല പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പ്രണയരംഗങ്ങൾ, ഫോഴ്സ്ഫുൾ ആയിട്ട് തോന്നിയ നായകന്റെ കാലിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ നെഗറ്റീവ്സ് പറയാൻ പോയാൽ ഏറെയാണ്. മൊത്തത്തിൽ ഉദ്ദേശശുദ്ധി നന്നായിരുന്നെങ്കിലും ഔട്ട്ഡേറ്റഡ് ആയ, ക്ലീഷേ ആയ, പ്രെഡിക്റ്റബിൾ ആൻഡ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അതിന്റെ എക്സിക്യൂഷൻ കൊണ്ട് ഒരു ബിലോ ആവറേജ് അനുഭവമായിട്ട് മാറിയ സിനിമയാണ് പെദ്ദി. തെലുഗുവിലെ വമ്പൻ നായകന്മാരുടെ വമ്പൻ മസാല പടങ്ങൾ പലതും ഇങ്ങനെ കാലാഹരണപ്പെട്ട സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ സിനിമ. പടം നിങ്ങൾക്ക് തിയേറ്ററുകളിൽ കാണാം. 3 മണിക്കൂറാണ് സിനിമയുടെ ലെങ്ത്. ഞാൻ കണ്ടത് മലയാളം ഡബ്ബിംഗ് വേർഷൻ ആണ്. ഡബ്ബിംഗ് ഡീസന്റ് ആയിട്ടാണ് തോന്നിയത്. പടം US 16+ ആണ്. പക്ഷെ നായകനും നായികയും തമ്മിലുള്ള ഊള രംഗങ്ങൾ കുട്ടികളെ കാണിക്കാൻ കൊള്ളത്തില്ല എന്നുള്ളത് ആരും ഓർക്കുക. എന്ന് മാത്രമല്ല, അഥവാ അവർ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നായകൻ നായികയോട് കാണിക്കുന്ന പോലെ അല്ല സ്ത്രീകളോട് പെരുമാറേണ്ടതെന്ന് പറഞ്ഞു മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.